സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസ് അവസാനിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ വാർ ആകുമ്പോഴേക്കും നമ്മുടെ ലൂഫിയുടെ ഗ്രാൻഡ് പ്ലേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ആർമീൻ്റെ മുന്നിൽ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ ഫൈനൽ വാർ ആകുമ്പോഴേക്കും നമ്മുടെ ലൂഫിയുടെ ഗ്രാൻഡ് പ്ലേറ്റിൻ്റെ കൂടെ ചേരാൻ ചാൻസ് ഉള്ള കുറച്ച് പേരെ നമ്മൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ഞാനധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ലൂഫിയുടെ ഗ്രാൻഡ് പ്ലേറ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. നമ്മുടെ ഡ്രസ് റോസിൽ വെച്ച് നമ്മുടെ ലൂഫിയുടെ കൂടെ ചേർന്നവരാണ് നമ്മൾ ഗ്രാൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതിൽ മൊത്തം 8 ക്യാപ്റ്റൻസാണുള്ളത്. അതിൽ ഒരുപാട് ഏകദേശം 4000 സംതിങ്ങോ 5000 സംതിങ് ആയിട്ട് ആൾ നമ്മുടെ ലൂഫിയുടെ ഗ്രാൻഡ് പ്ലേറ്റിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേങ്കിൽ അവരുടെ പവേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരൊന്നും അത്ര ഇമ്പ്രസീവ് അല്ല. അതിൽ 2-3 പേര് മാത്രമേ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ വാർ ആകുമ്പോഴേക്കും നമ്മുടെ ലൂഫിക്ക് ഇനി സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് അലൈസ് വേണം. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന കുറേ പേര് തന്നെ ഉണ്ട്. ഇതിൽ ഒരാൾ നമ്മുടെ മൊമനോസ്കി, അതുപോലെ തന്നെ നമ്മുടെ വാനോലെ സാമുറൈസ്. ഇവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. മൊമനോസ്കി ഏകദേശം നമ്മുടെ കായഡോയുടെ അതേ പവർ നമ്മുടെ മൊമനോസ്കിക്കും ഉണ്ട്. അത് കുറച്ചുകൂടെ ട്രെയിൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മൊമനോസ്കി ഒരു പക്ഷേ നമ്മുടെ കായഡോനെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയി മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ വേണമെങ്കിലും നമ്മുടെ മൊമോനെ കാണുമ്പോൾ നമ്മുടെ കായഡോനെ പോലെ തന്നെ ഒരു ഹ്യൂമൻ ഹൈബ്രിഡ് ഫോം വരെ നമ്മുടെ മൊമോന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സാമുറൈസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാമുറൈസ് എങ്ങനെയായിരുന്നു നമ്മുടെ കായഡോ ആയിട്ട് ഫൈറ്റ് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ ഫൈനൽ വാറിൽ നമ്മുടെ സാമുറൈസും നമ്മുടെ ലൂഫിയുടെ കൂടെ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ ഒരു കാര്യം തന്നെ നമുക്ക് ജയൻസിനെ കൊണ്ടും പറയാൻ പറ്റും. ജയൻസ് നമുക്കറിയാം നമ്മുടെ നിക്കാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിയാണ് നിൽക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ജയൻസ് നമ്മുടെ ലൂഫിയുടെ കൂടെ തന്നെ നിൽക്കുന്നതായിരിക്കും. ഇതിൽ പിന്നെ നമ്മൾ വിചാരിക്കാത്ത ചില മെൻഷൻസും ഉണ്ട്. ഒന്നും മറ്റാരുമല്ല നമ്മുടെ കാറ്റഗറി നമ്മുടെ ലൂഫിയുടെ ക്രൂവിൽ ചേരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലൂഫിയുടെ ക്രൂവിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മുടെ ഗ്രാൻഡ് പ്ലേറ്റിൻ്റെ ഭാഗമാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതൊരു പക്ഷേ നമുക്ക് എൽബാഫ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ കാണാൻ പറ്റിയേക്കും. പിന്നെ നമ്മുടെ ലൂഫിയുടെ ഗ്രാൻഡ് പ്ലേറ്റ് ചേരാൻ ചാൻസ് ഉള്ള ഒരാൾ നമ്മുടെ വാനൂരുള്ള യാമട്ടോ ആണ്. ഒരു പക്ഷേ നമ്മുടെ യാമട്ടോ ക്രൂ മെമ്പറായിട്ട് ചേർന്നേക്കാം. പക്ഷേ ഇപ്പോൾ ലോക്കിനെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ലോക്കി ക്രൂവിൽ ചേരുകയാണെങ്കിൽ നമ്മുടെ യാമട്ടോ ഒരു ഗ്രാൻഡ് പ്ലേറ്റ് മെമ്പറായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ലൂഫിയുടെ കൂടെ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമുക്കറിയാം ഇപ്പം തന്നെ 2 പേര് കോങ്കർ ആക്കിയുള്ളതായി, നമ്മുടെ കാറ്റഗറി അതുപോലെ തന്നെ നമ്മുടെ യാമട്ടോ. അതുമാത്രമല്ല നമുക്കറിയാം ഫൈനൽ വാറിൽ ഈ കോങ്കറർ ഹാക്കി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും നമ്മുടെ ലൂഫിയുടെ കൂടെ ചേരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ബോവ ഹാൻകോക്ക്, നമുക്കറിയാം ബോവ ഹാൻകോക്ക് നമ്മുടെ ലൂഫിക്ക് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് ബോവനെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൂഫിയുടെ ഗ്രാൻഡ് പ്ലേറ്റ് പ്രതീക്ഷിക്കാം. പിന്നെ വലിയ പവർ ഹൗസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫുച്ചിറ്റോറ, അതുപോലെ തന്നെ നമ്മുടെ റവല്യൂഷണറി ആർമി മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ബിയർഡ് ക്രൂ മെമ്പേഴ്സ്, ഇവരൊക്കെ നമ്മുടെ ലൂഫിനെ സഹായിക്കാൻ വേണ്ടി ഫൈനൽ വാറിൽ വരുന്നതായിരിക്കും. ഇതിൽ നമ്മുടെ ഷാങ്സും അതുപോലെ തന്നെ ക്രോസ് ഗിൽഡൊക്കെ ലൂഫിയുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. പക്ഷേങ്കിൽ അവർ വേറെ തന്നെ ഒരു ഓർഗനൈസേഷനും അതുപോലെ തന്നെ വേറെ ഒരു ക്രൂ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഈ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. പിന്നെ റവല്യൂഷണറി ആർമി ഞാനിത് പറയാൻ കാരണം അവർ ഈ പ്രത്യേക ഒരു വേൾഡ് ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ അവർക്ക് ഈ പൈററ്റ് കിങ് അങ്ങനത്തെ ലക്ഷ്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ റവല്യൂഷണറി ആർമി തീർച്ചയായിട്ടും ലൂഫിനെ സപ്പോർട്ട് ചെയ്യും. ഒന്ന് മാത്രമല്ല, നമ്മുടെ ലൂഫിയുടെ അച്ഛനാണ് ഡ്രാഗ, അതുപോലെ തന്നെ സാബോ ബ്രദറാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലൂഫിനെ റവല്യൂഷണറി ആർമി സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ വൈറ്റ് ബീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൂഫിനെ ബാക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിയുടെ കൂടെ വൈറ്റ് ബീഡ് പാരൻസ് നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇത്രയും പേരൊക്കെ നമ്മുടെ ലൂഫിനെ ഫൈനൽ വാർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫൈനൽ വാറിൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ കണ്ടും പവർഫുൾ ആയിട്ടുള്ളൊരു ഫോഴ്സ് നമ്മുടെ ലൂഫിയുടെ സൈഡിൽ തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഇനിയും ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ തീരെ വ്യൂസ് കിട്ടുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളത് കാര്യമാക്കാതെ എൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ വ്യൂസൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാൻ പറ്റിയേനെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വന്നിട്ടുള്ളൂ. മറ്റൊരു സമ്മച്ചയുടെ കാണുന്നവരെ ബൈ.